ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. മനോഹരമായ പുതിയ പ്രഭാതത്തിലെ അല്പനേരത്തെ നമ്മുടെ വചനചിന്തയ്ക്കായി ലഭിച്ചിരിക്കുന്ന വേദഭാഗം അപ്പോസ്തലനായ വിശുദ്ധ പൗലോസ് തെസ്സലോനിക്കർക്ക് എഴുതിയ 1-ാം ലേഖനം 5-ാം അധ്യായം 15-ാം വാക്യം. ആരും തിന്മയ്ക്ക് പകരം തിന്മ ചെയ്യാതിരിക്കുവാൻ നോക്കുവിൻ, തമ്മിലും എല്ലാവരോടും എപ്പോഴും നന്മ ചെയ്തുകൊണ്ടിരിക്കുവിൻ. അധികം ആഴമില്ലാത്ത ഒരു പുഴയുടെ 2 കരകളിലായി 2 കൃഷിക്കാർ താമസിച്ചിരുന്നു. ഒരാൾ ചോളവും മറ്റേയാൾ ഉരുളക്കിഴങ്ങുമാണ് കൃഷി ചെയ്തത്. ഒരു ദിവസം കിഴങ്ങ് കൃഷിക്കാരൻ്റെ പശുക്കൾ പുഴ കടന്ന് ചോളക്കൃഷിയിടത്ത് ചെന്ന് കയറി മേഞ്ഞു തുടങ്ങി. ഏകദേശം 1/2 ഏക്കറോളം സ്ഥലത്തെ ചോളക്കൃഷി പശുക്കൾ മേഞ്ഞു നടന്ന് നശിപ്പിച്ചു. കോപിഷ്ഠനായ ചോളകർഷകൻ പശുക്കളെയെല്ലാം തൻ്റെ വളപ്പിൽ പിടിച്ചു കെട്ടി. മറ്റേ കർഷകനെ വിവരമറിയിച്ച് വിളിപ്പിച്ച് തൻ്റെ നാശം വന്ന കൃഷിയിടങ്ങൾ കാണിച്ച് വലിയ ഒരു തുക നാശനഷ്ടങ്ങൾക്ക് പരിഹാരമായി വാങ്ങി പശുക്കളെ തിരികെ നൽകി. കുറച്ച് നാളുകൾ കഴിഞ്ഞ് ചോള കർഷകൻ വളർത്തിയ കുറേ പന്നികൾ കിഴങ്ങ് കർഷകൻ്റെ പറമ്പിലിറങ്ങി. കുത്തിമറിച്ചും കടിച്ചു വലിച്ചും ഉരുളക്കിഴങ്ങ് വളർത്തിയിരുന്ന കൃഷിയിടങ്ങളിൽ വലിയ നാശം വരുത്തി. ഇത് കണ്ടെത്തിയ കിഴങ്ങ് കർഷകൻ പന്നികളെല്ലാം അനുനയിപ്പിച്ച് മറ്റേ കർഷകൻ്റെ ആലയിലേക്ക് കൊണ്ടുപോകാൻ തുടങ്ങി. ചോള കർഷകൻ ഇതെല്ലാം കണ്ട് മറുകരയിൽ നിൽപ്പുണ്ടായിരുന്നു. തന്നെ ആക്രമിക്കാൻ കിഴങ്ങ് കർഷകൻ വരികയാണെന്ന് ധരിച്ച് അയാൾ തൻ്റെ തോക്കെടുത്ത് ഒരു മരത്തിൻ്റെ മറവിൽ ഒളിച്ചിരുന്നു. എന്നാൽ അല്പസമയം കഴിഞ്ഞപ്പോൾ തൻ്റെ ധാരണ തെറ്റാണെന്ന് അയാൾക്ക് മനസ്സിലായി. കാരണം കിഴങ്ങ് കർഷകൻ പന്നികളെയെല്ലാം അവയുടെ ആലയിലാക്കി മടങ്ങാൻ തുടങ്ങി. ചോള കർഷകൻ മരത്തിൻ്റെ മറവിൽ നിന്നും കിഴങ്ങ് കർഷകൻ്റെ അടുക്കിലേക്ക് ഓടിച്ചെന്ന് ചോദിച്ചു, നിങ്ങളോട് നിർദാക്ഷിണ്യമായി പെരുമാറിയ എന്നോട് നിങ്ങൾ എന്താണ് ഇത്ര ദയവ് കാട്ടിയത്? സഹോദര, ഞാനൊരു ക്രിസ്ത്യാനിയാണ്. അതാണ് എനിക്ക് നിങ്ങളോട് ക്ഷമിക്കാൻ സാധിച്ചത്. കിഴങ്ങ് കൃഷിക്കാരൻ ഇങ്ങനെ പറഞ്ഞിട്ട് അയാളുടെ ഭവനത്തിലേക്ക് മടങ്ങി. അന്ന് സായാഹ്നത്തിൽ ചോള കർഷകനും ഭാര്യയും ഉരുളക്കിഴങ്ങ് കർഷകൻ്റെ ഭവനം സന്ദർശിച്ച് അദ്ദേഹത്തോട് ക്ഷമ ചോദിച്ചു. ക്രിസ്ത്യാനികളല്ലായിരുന്ന അവർ ക്രിസ്തുവിനെ നല്ലവനായ തങ്ങളുടെ അയൽക്കാരനിലൂടെ അറിഞ്ഞ് ക്രിസ്ത്യാനികളായി. പ്രിയമുള്ളവരെ, ദൈവത്തിൻ്റെ കൃപ പ്രാവർത്തികമാക്കുവാൻ നാം ശ്രമിക്കുമ്പോൾ പ്രയോജനകരമായ ജീവിതം നയിക്കുവാൻ നമുക്കും സാധിക്കും. നാം ജന്മം കൊണ്ട് മാത്രം ക്രിസ്ത്യാനികളാകാതെ നമ്മുടെ ജീവിതം കൊണ്ടും പ്രവൃത്തി കൊണ്ടും ക്രിസ്തുവിനെ മറ്റുള്ളവർക്ക് പരിചയപ്പെടുത്തി കൊടുക്കുവാൻ ഇന്നത്തെ വചന കേൾവിയിലൂടെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ ഏവരെയും സഹായിക്കട്ടെ. പ്രാർത്ഥിക്കാം. പ്രിയ കർത്താവേ, നൽകിയ വചനത്തിനായി നന്ദിയോടെ സ്തോത്രം. തിന്മയ്ക്ക് പകരം തിന്മ ചെയ്യാതെ നന്മയാൽ തിന്മയെ ജയിക്കുവാൻ തക്കവണ്ണമുള്ള കൃപ ഞങ്ങൾക്ക് അവിടുന്ന് നൽകണമേ. ഞങ്ങളോട് എതിരിടുന്നവരോട് തിന്മ പ്രവർത്തിക്കാതെ ഞങ്ങളാലാകുന്ന നന്മ പ്രവർത്തിപ്പാൻ തക്കവണ്ണം ഞങ്ങളെ അവിടുന്ന് സഹായിക്കണമേ. പുത്രൻ്റെ നാമത്തിൽ പ്രാർത്ഥന കേൾക്കണം പിതാവേ. ആമേൻ.